ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഉറപ്പിനും ആസ്വാദനത്തിനും ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാകുന്നു രണ്ടുപേരും ഒന്നിച്ചായിരിക്കുക എന്നുള്ളത്. ഏറെ പ്രധാനപ്പെട്ട ഈ ഘടകത്തിന് ഒട്ടും പ്രാധാന്യം നൽകാത്ത ഒരു സമയവും സമൂഹവുമായി പോയോ നമ്മുടേതെന്ന് ഞാൻ ഭയക്കുന്നു. ആ അവഗണനയുടെ വില ഇന്നത്തെ തലമുറ കൊടുക്കുന്നത് കാണുമ്പോഴാണ് ഏറെ സങ്കടം. ജീവസന്ദേശത്തിൻ്റെ വചന പഠന കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഉത്തമഗീതം 2-ാം അധ്യായമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് കഴിഞ്ഞത്. ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവിൽ നിന്ന് ഉയരുന്ന വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. വിശ്രമം പോലും ആഗ്രഹിക്കാതെ രാത്രിയുടെ യാമങ്ങളിലും തൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്ന കാന്തയാണ് ഈ അധ്യായത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും എന്നുള്ള പാട്ടും ക്രിസ്തുവിൻ്റെ കാന്തയുടേതാകുന്നു. ഉത്തമഗീതം 3-ാം അധ്യായം നമുക്ക് ചിന്തിക്കാം. വ്യക്തിപരമായി ധ്യാന സമയമില്ലാത്ത ആർക്കും തന്നെ ആത്മീയമായി വളരുവാൻ സാധിക്കയില്ല. കുടുംബ പ്രാർത്ഥന പോരായോ? പോരാ, അത് അത്യാവശ്യമാണ്. എന്നാൽ ആത്മീയമായി വളരുവാൻ വ്യക്തിപരമായ ധ്യാനം ആവശ്യമാകുന്നു. നാം സ്നേഹിക്കുന്ന വ്യക്തിയെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും ആ ആളിനോട് അടുത്തിരിക്കേണ്ടതുണ്ട്. ആളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഇരിക്കുന്ന സമയം ഉറക്കം നഷ്ടപ്പെടുത്തിയ സന്ദർഭങ്ങൾ എത്രയുണ്ടല്ലേ? ഉദാഹരണത്തിന്, ജോലി സ്ഥലത്ത് നിന്ന് വന്ന മകൻ്റെ അടുത്തിരുന്ന് സംസാരിച്ച് രാത്രി വളരെ വൈകിയത് അറിഞ്ഞില്ല. എന്നും 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നതായിരുന്നു. എന്നാൽ ഇന്ന് വെളുപ്പിനെ 2 മണി കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വിവാഹബന്ധത്തിലൂടെ ഒന്നായിത്തീർന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഉറക്കത്തെക്കാൾ ഉപരി അന്യോന്യം അറിയുന്നതാണ് അധികം ഇഷ്ടം എന്ന് കണ്ടിട്ടില്ലേ? എത്ര കഥ പറഞ്ഞാലും തീരില്ല. വിവാഹത്തിനു മുൻപ് ഈ കഥയൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഇന്നും അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. യേശു കർത്താവുമായി ഒരു ദൈവ പൈതലിനുള്ള ബന്ധവും ഈ പറഞ്ഞതുപോലെയാകുന്നു. അത് ആഴമേറിയതാണ്. ഉന്നതമായ സ്നേഹത്തിൻ്റെ ബന്ധമാണത്. ഇതാ ഉത്തമഗീതത്തിൽ നിന്നുള്ള മറ്റൊരു പഠനം. ഉത്തമഗീതം 2-ാം അധ്യായം കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞിരുന്നു. 2-ാമത്തെ ഗീതമാകുന്നു 2-ാം അധ്യായത്തിൻ്റെ അവസാനം നാം കണ്ടത്. 2-ാമത്തെ ഗീതത്തിൻ്റെ 2-ാമത്തെ ചരണമാണ് 3-ാമത്തെ അധ്യായം. എന്നാൽ ഇവിടെ പുതിയൊരു ഭാഗമാണ് ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ദൃശ്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ നാം എഫ്രൈം മലനാടിനെയും അവിടെയുള്ള ഒരു കർഷക ഭവനത്തിൽ ഒരു പെൺകുട്ടിയെയും കാണുകയുണ്ടായി. ശലോമോൻ രാജാവ് അവളുടെ ഹൃദയം കവരുകയും അവളെ തന്നോട് കൂടെ യെരൂശലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവൾ അവനോടുള്ള സ്നേഹത്താൽ നാം വായിച്ചത് പ്രേമപരവശയായി എന്നാണ്. ഇനിയും രാത്രിയിലെ അന്വേഷണത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. ഉത്തമഗീതത്തിൽ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും
വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. യെരുശലേമിലെ കൊട്ടാരത്തിലേക്കാണ് ഈ രംഗം ഇപ്പോൾ പ്രവേശിക്കുന്നത്. രാജാവ് അവളെ അവിടേക്ക് കൊണ്ടുപോയി. രാജാവ് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ അവൾ തനിയെ ആയിരുന്നു. അവരുടെ വേർപാടിൻ്റെ ദുഃഖം വെളിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം അവൾ അവനെ നഗരവീഥികളിൽ അന്വേഷിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരിടത്ത് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം വച്ചിട്ടുള്ള പ്രമാണം. ഇതിനെ അവഗണിക്കുന്നവർ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും എന്നതിന് രണ്ട് പക്ഷമില്ല. ഞാനിത് പറയുമ്പോൾ പലരും തങ്ങളുടെ വാദങ്ങൾ നിരത്താറുണ്ട്. അതെങ്ങനെ നടക്കും? നല്ല ജോലിയുള്ളത് കളഞ്ഞിട്ട് വീട്ടിലിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? പണത്തിന് പണമില്ല എങ്കിൽ പിന്നെ ഈ ബന്ധങ്ങളൊന്നും ആർക്കും വേണ്ട എന്നറിയില്ലേ? വേണ്ടിയിട്ടല്ല, നിവർത്തികെട്ടിട്ടാണ് ഈ രണ്ടിടത്ത് കഴിയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതെ, നിവർത്തിയില്ലാത്തതിനാൽ തന്നെയാകാം രണ്ടിടത്ത് കഴിയുന്നത്. എന്നാൽ ഈ പറഞ്ഞ ബന്ധത്തെക്കാൾ ഏറെ പണത്തിനും സമൂഹത്തിലെ സ്ഥാനത്തിനും മുൻഗണന കൊടുക്കുന്നതിനാൽ അവസരമുണ്ടാക്കി ഒന്നിച്ചായിരിക്കുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ അനേകരും അവസരമുണ്ടായാൽ പോലും ഒരിടത്തൊന്നിച്ച് ജീവിക്കുവാൻ ഒരുക്കമല്ല എന്നതാണ് വാസ്തവം. ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇത് നാം മറക്കരുത്. പലർക്കും പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എന്നാൽ ജീവിതത്തിൽ മൂല്യങ്ങളില്ല, ശരിയായ ലക്ഷ്യങ്ങളില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആശയവിനിമയം ഉറച്ച ബന്ധത്തിന് അനിവാര്യമാകുന്നു. ഈ പറഞ്ഞ ആശയവിനിമയം വാക്കുകളിൽ മാത്രമല്ല എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരുമിച്ചിരിക്കുന്നതിൽ, ഒന്നിച്ച് നടക്കുന്നതിൽ, ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, ഒന്നിച്ചിരുന്ന് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിൽ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ, അങ്ങനെ അനേകം ഒന്നിക്കലുകളിൽ ഉണ്ടാകുന്ന ദൃഢത ദൈവവുമായുള്ള ബന്ധത്തിനും ഈ പറഞ്ഞ സംസർഗം ഏറെ പ്രധാനപ്പെട്ടതാകുന്നു എന്നോർക്കണം. നാം വായിച്ചത്, രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇതിന് നല്ലൊരു ആത്മീയ പാഠമുണ്ട്. ചില പ്രധാന ദിവസങ്ങൾ വരുമ്പോൾ രാത്രി നല്ല ഉറക്കം നാം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനേക്കാൾ അധികം ഉറക്കമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നാം 8 മണിക്കൂർ ഉറങ്ങിയെന്നിരിക്കും. എന്നാൽ വിശ്രമത്തേക്കാൾ നല്ലവനായ ക്രിസ്തുവിനെ നഷ്ടമാക്കുകയായിരിക്കും നാം ചെയ്യുന്നത്. മൂഡി സ്റ്റുവർട്ട് എന്ന ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു ഒന്നാമനും ഏറ്റവും നല്ലവനും ഏറ്റവും അത്യാവശ്യവുമാണെങ്കിൽ അവൻ നമുക്ക് ആഹാരത്തെക്കാളും ഉറക്കത്തെക്കാളും അധികം ആവശ്യമായിരിക്കുന്നു എങ്കിൽ അവനെ എല്ലായ്പ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും വേഗം കണ്ടെത്തുവാൻ കഴിയും. അവന് വേണ്ടി നാം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നതായ സമയമോ ഉറക്കമോ നഷ്ടപ്പെടാതെ തന്നെ അവനെ കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഉറക്കം നമുക്ക് മധുരവും ഉത്തേജകവും ആയിരിക്കും. കാരണം കർത്താവ് തന്നെ നമ്മിൽ അധിവസിക്കുകയും നമ്മോടുകൂടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. നാം വായിച്ചു, ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീഥികളിൽ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഈ മണവാട്ടി പറയുകയാണ്, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇത് അവളുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലാണ്. അനേകം ആളുകൾ ക്രിസ്തുവിനെ അന്വേഷിക്കാത്തത് കൊണ്ട് അവനെ കണ്ടെത്തുന്നില്ല. ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ ഇരുന്നിട്ട് അനേകം ആളുകൾ ഞാൻ അവനെ കണ്ടില്ല എന്ന വസ്തുത സമ്മതിക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇനി 3-ാം വാക്യത്തിലേക്ക് വരികയാണ്. ഉത്തമഗീതം 3:3. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എൻ്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവളെ അവൻ്റെ പ്രിയങ്കിലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ കാവൽക്കാർ സഹായികളായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അവരിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ അവൾ അവനെ കണ്ടെത്തി. 4-ാം വാക്യം. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു, എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നത് വരെ അവനെ വിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ മണവാട്ടിയുടെ അന്വേഷണത്തിൻ്റെ ഫലം എത്ര ശ്രേഷ്ഠമായിരുന്നു. ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു എന്നവൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ വിട്ടില്ല. അതെ, നേരത്തെ ഞാൻ പറഞ്ഞതായ മൂഡി സ്റ്റുവാർട്ടിൻ്റെ വാക്കുകൾ വീണ്ടും ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കണ്ടു. ഒരു മനുഷ്യനായ ഞാൻ മഹത്വവാനായ കർത്താവിനെ കണ്ടു. പാപത്തിനടിമയായ ഞാൻ വിടുവിക്കുന്നവനായ കർത്താവിനെ കണ്ടു. ഇരുട്ടിൻ്റെ മകനായ ഞാൻ ജീവൻ്റെ വെളിച്ചത്തെ കണ്ടു. നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അധമനായ ഞാൻ എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമായവനെ കണ്ടു. ഏകനും ഉപേക്ഷിക്കപ്പെട്ടവനുമായ ഞാൻ എൻ്റെ സ്നേഹിതനെ, അതെ പ്രാണപ്രിയനെ, എൻ്റെ ഭർത്താവിനെ കണ്ടു. യെരുശലേം പുത്രന്മാരും പുത്രിമാരുമേ, നിങ്ങളും പോയി അതുപോലെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കും അവനെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്താവുന്നതാണ്. ആ മൂഡി സ്റ്റുവാർട്ടിൻ്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണല്ലേ. ഇവിടെ മണവാട്ടി പറയാണ്, ഞാൻ അവനെ പിടിച്ചു, അവനെ വിട്ടില്ല എന്ന്. ക്രിസ്തുവിനോടുകൂടി അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റ് താല്പര്യങ്ങൾ കടന്നുകൂടി അവൻ്റെ സാന്നിധ്യബോധം നഷ്ടപ്പെടുക എളുപ്പമാണ്. പിടിച്ചില്ലെങ്കിൽ രാജാവ് അകന്നുപോകും. അതെ, പലപ്പോഴും നമ്മുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. നമുക്ക് തന്നെ അറിയാം കർത്താവിന് അതിഷ്ടമല്ല എന്ന്, ഈ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ. എന്നാൽ അതിൽ തുടരുന്ന നമ്മുടെ സന്തോഷം കൊണ്ട് നാം പലപ്പോഴും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തുന്നു. പിടിക്കപ്പെടുവാൻ അവൻ താല്പര്യപ്പെടുന്നു, എന്നാൽ പിടിക്കാതെ കൂടിയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ക്രിസ്തു വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെടുന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവുമായുള്ള സംസർഗം അല്ലെങ്കിൽ കൂട്ടായ്മ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ശൂലേംകാരത്തി പറയുകയാണ്, ഞാൻ അവനെ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവന്നു. അവൻ അവളെ കണ്ടെത്തിയപ്പോൾ അവൾ അവനെ കണ്ടുമുട്ടിയതായ തൻ്റെ ജന്മസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മിൽ പലരും ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. താങ്കൾ എപ്പോഴാണ് ക്രിസ്തുവിലേക്ക് കടന്നു വന്നതെന്ന് താങ്കൾക്കറിയാമോ? എപ്പോഴാണ് ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ എത്രമാത്രം അന്ന് അവനെ സ്നേഹിച്ചിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അവിടുന്ന് എത്രമാത്രം താങ്കൾക്ക് അർത്ഥവത്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? അതെ, ആഴത്തിൽ അതേ വ്യാപ്തിയിൽ ഇന്നും അവനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയും 5-ാം വാക്യം നോക്കിക്കാട്ടെ. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിനിഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. അപ്പോൾ അവനുമായുള്ള മനോഹരമായ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതാകുന്നു ഇവിടെ പറയുന്നത്. ഇനിയും തൻ്റെ മണവാട്ടിയുമായി ശലോമോൻ്റെ പ്രവേശനമാകുന്നു നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വളരെ വിലയേറിയ ഒന്നാണ്. രാജാവ് തൻ്റെ മണവാട്ടിക്ക് വേണ്ടി മടങ്ങി വരുന്നതിനെയാണ് ഈ 3-ാം അധ്യായത്തിൻ്റെ
ഒടുവിലത്തെ ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശൂലേംകാരത്തി പെൺകുട്ടി വളരെ കാലം താൻ ഹൃദയം കൊടുത്ത ആട്ടിടയൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു എന്ന് നാം കാണുന്നു. ഒരു ദിവസം അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീതിയിൽ കൂടി ഇതാ ഒരുവൻ കയറി വരുന്നു. ശലോമോൻ രാജാവ് വരുന്നു എന്ന് കർഷകരും അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യരും ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ വേലയിൽ വ്യാപൃതയായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ അവളുടെ അടുത്ത് വന്ന് ശലോമോൻ രാജാവ് നിന്നെ അന്വേഷിക്കുന്നു എന്നറിയിച്ചു. എന്നെ അന്വേഷിക്കുന്നെന്നോ? ശലോമോൻ രാജാവോ? എനിക്ക് ശലോമോൻ രാജാവിനെ അറിയില്ലല്ലോ. അവനെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. എന്നാൽ അവളെ അവൻ്റെ മുൻപാകെ കൊണ്ടുവന്നപ്പോൾ അത് തൻ്റെ ഇടയ സ്നേഹിതനാകുന്നു എന്ന്, താൻ സ്നേഹിച്ചതായ തൻ്റെ ആ പഴയ ഇടയനാകുന്നു തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ അവളെ തൻ്റെ അരികിൽ രാജാവിൻ്റെ രഥത്തിലിരുത്തി. ജനക്കൂട്ടം നടന്നു നീങ്ങി. തങ്ങളിൽ ഒരാൾ മാത്രമായിരുന്ന അവളുടെ പെട്ടെന്നുള്ള വ്യതിയാനം മനസ്സിലാക്കുവാൻ കഴിയാതെ ആ നാട്ടുകാർ അത്ഭുതസ്തബ്ധരായി നിന്നുപോയി. നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തു തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്നു എന്ന മഹത്വകരമായ സത്യം എത്ര മനോഹരമായ വിധത്തിലാണ് ഇവിടെ ഈ സംഭവത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് നമ്മെ ചേർക്കുവാനായി ഒരു ദിവസം വരുന്നു. നാം ഓർത്തിരിക്കുന്നത് പോലെ ഇവിടെ ഇതാ ശലോമോൻ രാജാവ് വന്ന് ഈ ഇടയ പെൺകുട്ടിയെ ചേർത്ത് കൊണ്ടുപോകുന്നു. ഞാൻ ഇനി 6-ാം വാക്യം വായിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. മൂറും കുന്തുരുക്കവും കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൻ ആർ? തൻ്റെ മണവാട്ടിയോട് കൂടെ യെരുശലേമിലേക്ക് സഞ്ചരിച്ച ശലോമോനെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ശലോമോൻ രാജാവിൻ്റെ മഹത്വം അവർണ്ണനീയമായിരുന്നു. അടുത്ത ഏതാനും വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി നാം ഈ ലോകത്തിലായിരിക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷികൾ എന്ന നിലയിൽ നാം ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാകുന്നു. നാം വിവാഹം നിശ്ചയം കഴിഞ്ഞ് നമ്മുടെ മണവാളനെ കണ്ടുമുട്ടുവാനുള്ള യാത്രയിലായിരിക്കുന്ന മണവാട്ടിയാകുന്നു. ലോകത്തിന് നാം സാക്ഷ്യം കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വാസന നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നാം വായിച്ചല്ലോ, മൂറും കുന്തുരുക്കവും കൊണ്ട് പരിമളപ്പെട്ടിരിക്കണം. കർത്താവായ യേശു എത്ര മനോഹരനാകുന്നു. മൂറ് അവന് മരണത്തെയും കുന്തുരുക്കം അവൻ്റെ ജീവനെയുമാകുന്നു സൂചിപ്പിക്കുന്നത് എന്ന് ഇതിനു മുമ്പ് നാം ചിന്തിക്കുകയുണ്ടായി. രണ്ടും മഹത്വകരവും മനോഹരവുമായിരുന്നു. അവൻ്റെ മരണവും അവൻ്റെ ജീവിതവും. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശലോമോൻ്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. ആളുകൾ രാജാക്കന്മാരെ ചുമലിൽ എടുത്തുകൊണ്ടാണ് അക്കാലങ്ങളിൽ പോയിരുന്നത്. പല്ലക്കിലായിരുന്നു അവർ ചുമന്നുകൊണ്ട് പോയിരുന്നത്. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിൻ്റെ ചുറ്റുമുണ്ട്. അവർ അപകടകരമായ ദിനങ്ങളിലാണ് ജീവിക്കുന്നത്. അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാവൽക്കാരായിരുന്നു ഈ പറഞ്ഞ 60 പേർ. അവൻ്റെ അംഗരക്ഷകന്മാരായിരുന്നു അവർ എന്ന് പറയാം. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ ആളത്വത്തെ, വേറെ വിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നാം വിളിച്ചറിയിക്കേണ്ടത് ആവശ്യമാകുന്നു. അവൻ ദൈവമാകുന്നു.
കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം അത് അവന് ഉണ്ടാക്കിക്കൊടുക്കണമെന്നല്ല. പിന്നെയോ അതിനെ അവഗണിക്കുന്നവരുമായി ചേരുവാൻ പാടില്ല, അവരുമായി യോജിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അവഗണിക്കുന്നതായി യാതൊരു സഭയിലും നാം അംഗങ്ങളായിരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാകുന്നു. അവനെ വെറും മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും നാം തള്ളിക്കളയേണ്ടത് ആവശ്യമാകുന്നു. തീർച്ചയായും ഈ കാര്യത്തിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം മറക്കരുത്. പലരും ഈ വിട്ടുവീഴ്ചയുടേതായ അനുരഞ്ജനത്തിൻ്റേതായിട്ടുള്ള നയം സ്വീകരിച്ച് ആത്മീയമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നാം ഉയർത്തിക്കാട്ടേണ്ടതാകുന്നു. അവൻ ദൈവമാകുന്നു. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരെല്ലാവരും വാളെടുത്ത് യുദ്ധസമർത്ഥന്മാർ, രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. അംഗരക്ഷകന്മാർക്കെല്ലാം വാളുണ്ട്. ഈ കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഈ വാള്? ദൈവവചനമാണ് നമ്മുടെ വാൾ എന്ന് തിരുവചനം പറയുന്നു. അവർ എല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാരായിരുന്നു എന്നാണ് നാം വായിച്ചത്. ദൈവവചനം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവവചനം ആത്മാവിൻ്റെ വാളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നല്ല ഭടനായ ഒരു വ്യക്തിയുടെ ആയുധം അത്രേ വാൾ. ദൈവവചനം അതത്രേ. ദൈവവചനമാകുന്ന വാളേന്തി വേണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ടത്. പലപ്പോഴും ഇതിനെ അവഗണിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിൻ്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളി കൊണ്ടും ചാര് പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിൻ്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. ലെബാനോനിലെ ദേവദാരു കൊണ്ടുണ്ടാക്കിയ പല്ലക്ക് ശലോമോൻ രാജാവിനുണ്ടായിരുന്നു. പൊന്നുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടമൊന്ന് ഓർത്തു നോക്കുക. അതിൻ്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. അതായത് ശലോമോൻ്റെ പല്ലക്കിൽ യെരൂശലേമിലെ സ്ത്രീകളുടെ ആ രൂപലാവണ്യം കൊത്തുപണി ചെയ്തിരുന്നു എന്നായിരിക്കാം അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് അലങ്കൃതമായിരുന്നു. എത്ര മനോഹരമായ ഒരു വിശേഷണമല്ലേ! എത്ര ശ്രേഷ്ഠമായ സ്നേഹവും വികാരവുമാണ് ഇവിടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം കൂടി, സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടിയെന്ന് ശലോമോൻ രാജാവിനെ അവൻ്റെ കല്യാണ ദിവസത്തിൽ, അവൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടി കാൺമീൻ. അവൻ്റെ അമ്മ അവനെ കിരീടം ധരിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം പരിശോധിച്ചാൽ ദാവീദിന് വാസ്തവത്തിൽ ശലോമോനെ രാജാവാക്കുവാൻ താല്പര്യമില്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദാവീദിൻ്റെ മറ്റൊരു മകനായിരുന്ന അദോനിയാവ് രാജാവാകുവാൻ പ്രത്യേക പരിശ്രമം അപ്പോൾ ചെയ്യുന്നുമുണ്ടായിരുന്നു. ദാവീദ് വളരെ വൃദ്ധനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ആ സാഹചര്യത്തിൽ ദാവീദ് യാതൊന്നും തന്നെ ചെയ്തില്ല. അവൻ്റെ ഇഷ്ടപുത്രനായിരുന്ന അബ്ശാലോം കൊല്ലപ്പെട്ടു. ശലോമോനോട് ദാവീദിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ ശലോമോൻ്റെ അമ്മയായ ബത്സേബയുടെ അടുത്ത് പോയി. പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, നാം പെട്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അദോനിയാവ് പുതിയ രാജാവാകുവാൻ ഇടയുണ്ട്. അങ്ങനെ ബത്സേബയും നാഥാനും ദാവീദ് രാജാവിൻ്റെ അടുത്ത് പോയി. ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അവനെ കൊണ്ടുവരിക, നമുക്ക് അവനെ രാജാവാക്കാം എന്ന്. ആ വിധത്തിലാണ് ശലോമോൻ ഇസ്രായേലിൻ്റെ രാജാവായത്. അത് ചരിത്രം. അവൻ്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നുന്നില്ലേ? അവൻ്റെ അമ്മയ്ക്കായിരുന്നു അവനിൽ താല്പര്യമുണ്ടായിരുന്നത്. അവനും ദാവീദിൻ്റെ മകനായിരുന്നെങ്കിലും
ശലോമോനെ രാജാവാക്കുന്നതിൽ ദാവീദിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നത്രേ നാം കണ്ടത്. ശലോമോൻ രാജാവിനെ കാണുക, ഇത് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ്. അവനെ ദർശിക്കുക, അവൻ്റെ ജനത്തിൽ അവനെ കാണുക, അവൻ്റെ ജീവിതത്തിൽ അവനെ കാണുക, അവൻ്റെ മരണത്തിൽ അവനെ കാണുക, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവനെ ദർശിക്കുക. ഇന്ന് അവൻ്റെ മഹത്വത്തിൽ നാം അവനെ കാണേണ്ടതുണ്ട്. തൻ്റെ മണവാട്ടിക്ക് വേണ്ടി വരുന്നവനായി ക്രിസ്തുവിനെ നാം കാണുക. അതെ, എത്ര മനോഹരമായൊരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. തൻ്റെ മണവാട്ടി തൻ്റെ പ്രിയനിൽ സന്തോഷിക്കുന്നതായി നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കും സന്തോഷിക്കുവാൻ കഴിയണം. അവിടുത്തെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണല്ലോ. അവൻ വീണ്ടും വരുന്നു. അവൻ പറഞ്ഞതുപോലെ വീണ്ടും വരും. അവൻ താമസിക്കുകയില്ല. എന്നാൽ നാം എത്രമാത്രം ഒരുക്കമുള്ളവരാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. തൻ്റെ കാന്തയാകുന്ന സഭയെ ചേർക്കുവാൻ താൻ മടങ്ങി വരുമെന്നുള്ള വാഗ്ദത്തമാകുന്നു സഭയുടെ ജീവനുള്ള പ്രത്യാശ. ആ സുദിനത്തിനു വേണ്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സഭ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെടുന്ന ഒരു കാര്യം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിൻ്റെ കാരണവും താൻ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളത് പൊറുക്കുന്നത് ആശ്ചര്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന സകലത്തെയും വിവേചിച്ചറിയുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ.